ഗഗനസീമകൾക്കുമപ്പുറം IMS അമ്മയുടെ അനുഗ്രഹം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പോൾരാജ്, ഭാര്യ മേരി. തൊടുപുഴയ്ക്കടുത്ത പുറപ്പുഴയാണ് താമസിക്കുന്നത്. 2 വർഷം മുമ്പ് തൊടുപുഴയിൽ വെച്ച് ഉണ്ടായ സ്കൂട്ടർ അപകടത്തിൽ ഗുരുതരാവസ്ഥയിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ 8 ദിവസം വെന്റിലേറ്ററിൽ ആയിരുന്നു ഞാൻ. ആ സമയം IMSലെ നിത്യാരാധനയിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. പ്രാർത്ഥനാ സഹായം നിരന്തരമായി ലഭിച്ചതുകൊണ്ട് 8ാമത്തെ ദിവസം കർത്താവ് ബോധം തന്നു. 11 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ചെയ്തു. 7 മാസം ധാരാളം മരുന്നുകൾ കഴിച്ചു. അതിനിടയിൽ കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെയും IMS അമ്മയുടെ മാധ്യസ്ഥം സ്ഥിരമായി തേടി ജപമാല ചൊല്ലുമായിരുന്നു. അതിനുശേഷം മരുന്നുകൾ നിർത്തി. അതിനുശേഷം ഇന്ന് വരെ ഒരു ദിവസം പോലും ദിവ്യബലി മുടങ്ങാതെ ഇരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ദിവ്യബലിയിൽ ഓരോ ദിവസവും പങ്കെടുത്ത് ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ച് ആ ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാണ് എന്നെ ഇപ്പോഴും ഇത്രയും ആരോഗ്യത്തോടെ കൂടി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഇവിടെ വന്ന് IMS അമ്മയുടെ സന്നിധി അണയുവാനും ആ അനുഗ്രഹം പ്രാപിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യ മേരിയും കൂടി ഇവിടെ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്തു. ഈ ധ്യാനത്തിലൂടെ വളരെ വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പുതിയ ഒത്തിരി നല്ല ഉൾക്കാഴ്ചകൾ ലഭിച്ചു. ഞങ്ങൾ സ്നേഹത്തോടെ ഒരേ മനസ്സോടുകൂടി കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃക കൊടുത്തുകൊണ്ട് നല്ല ക്രിസ്തീയ ജീവിതം നയിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുത്തു. അങ്ങനെ വളരെ സന്തോഷകരമായ രീതിയിലാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. ഞങ്ങൾക്ക് 4 കുട്ടികളുണ്ട്. കർത്താവിന് വേണ്ടി അവിടുന്ന് തരുന്ന അവസരങ്ങളിലെല്ലാം എളിയ രീതിയിൽ കൗൺസിലിംഗ് ശുശ്രൂഷയും വചന ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. അനേകർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്തുമാത്രം സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞങ്ങളുടെ നാഥനും കർത്താവുമായ ഈശോ മിശിഹായെയും ഞങ്ങൾക്ക് നിരന്തരം തുണയേകുന്ന IMS അമ്മയെയും വിട്ടിട്ട് ഒരിക്കലും ഞങ്ങൾക്കൊരു ജീവിതം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, IMS അമ്മയുടെ കൈപിടിച്ചുകൊണ്ട് ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ സ്വർഗീയ പിതാവിന്റെ പക്കലേക്കുള്ള ഈ യാത്ര തുടരാമെന്നും ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഗഗനസീമകൾക്കുമപ്പുറം